എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ, പ്രത്യേകിച്ച് വീട് പണിയുമ്പോൾ പ്ലാൻ വരപ്പിക്കുമ്പോൾ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് ഗൗരവമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മുടെ അത്യാവശ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, അപ്പനുണ്ട്, അമ്മയുണ്ട്, 3 മക്കളുണ്ട്, വല്യപ്പനും വല്യമ്മയുണ്ട് എന്ന രീതി ചിന്തിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബെഡ്റൂം വേണം, ബാത്റൂം വേണം, ഡ്രസ്സിങ് വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ 5 ബെഡ്റൂം പണിയേണ്ടി വരും. 5 ബെഡ്റൂമിന് ഡ്രോയിങ്, ഡൈനിങ്, ലിവിങ് ഒക്കെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതിനുള്ള കിച്ചണ്, അതിനുള്ള ഇന്ത്യൻ കിച്ചണ്, അതിനുള്ള വർക്ക് ഏരിയ, പിന്നെ ഇതിന് ചില ഫോയറുകൾ വേണ്ടി വരും, പിന്നെ സിറ്റ് ഔട്ട്, പിന്നെ വരാന്ത ഉണ്ടെങ്കിൽ വരാന്ത, ഇതിൻ്റെ പോർച്ച് സംവിധാനം എല്ലാം കൂടി എടുക്കുമ്പോൾ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ തന്നെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ നമ്മളുടെ അത്യാവശ്യം എന്ത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കണം, ഇപ്പോൾ ഈ മറ്റ് വീടുകളിൽ പോയി കിടക്കുന്ന ഗസ്റ്റുകളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം വാഹന സൗകര്യം ധാരാളമായി, ആളുകൾക്കൊക്കെ വന്നു പോകുന്നതാണ് ഇഷ്ടം, പോയി കിടന്നിട്ട് പോകുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കുന്നു, ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ ഒരു ഗസ്റ്റ് പോയി താമസിക്കുന്നു എന്ന് പറയുന്നത് എത്ര രാത്രിയാണല്ലോ അവരങ്ങ് പൊക്കോളൂ വരും. അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്കായി. പിന്നെ അപ്പനും അമ്മയും 3 മക്കളും മാതാപിതാക്കളും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അപ്പോഴത്തേനും അവർ പറയും അപ്പനും അമ്മയ്ക്ക് ഒരു ബെഡ്റൂം, മക്കൾക്ക് 3 പേർക്ക് ഓരോന്ന്, അപ്പോൾ 4 ആയി, മാതാപിതാക്കൾക്ക് 5, ഒരു ഗസ്റ്റിനൂടെ കൂട്ടി 6. ഈ 6 ബെഡ്റൂമൊക്കെ പണിതിട്ട് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളെന്നൊക്കെ പറയുന്നവർ വളരെ കുറച്ച് സമയങ്ങളെ കാണുകയുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞ് അതിനിപ്പുറം തന്നെ ഈ മക്കളെല്ലാം വെലോടെങ്കിലും പഠിക്കാനൊക്കെ പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭയങ്കരം പടപണ്ടാരം വീട് പണിതിടും. ഇത് സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കുക എന്നുള്ളതേ പ്രധാനമായിട്ട് നടക്കുകയുള്ളൂ. ഇത് ക്ലീൻ ചെയ്യാനൊരു ജോലിക്കാരെ പോലും സമയത്ത് കിട്ടുകയില്ല. തന്നെയല്ല, മിക്കവാറും 90% സമയങ്ങളിൽ ഇതിനൊന്നും ഒരു ആവശ്യവും കാണുകയില്ല. ലാസ്റ്റ് മക്കളും പല വഴിക്ക് പോയി, കാരണവന്മാരുടെയും കാലശേഷം അവസാനം അപ്പനും അമ്മയും മാത്രം വീട്ടിൽ കാണും. അവർ മാത്രം ശരിക്കും പറഞ്ഞാൽ ഈ ഭൂതം നിധി കാക്കുന്നത് പോലെ 2 പേര്, പ്രത്യേകിച്ച് അപ്പനെങ്ങാനും മരിച്ചു പോയാൽ ലാസ്റ്റ് അമ്മ മാത്രം. എനിക്കറിയാവുന്ന പല വീടുകളും അങ്ങനെ കിടക്കുക, ഭൂതം നിധി കാക്കുന്നത് പോലെ ഇവരിങ്ങനെ കിടക്കുക. എന്നിട്ട് വീടിന് ചുറ്റും ക്യാമറ വെച്ചിട്ട് മകനെ വിദേശത്തിരുന്ന് അമ്മയുടെ നീക്കങ്ങൾ കാണും. ഇതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വലിയ ഭയങ്കരം വീടുകൾ ഉണ്ടാക്കി വെക്കരുത് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ നിർവാഹം ഉണ്ടെങ്കിൽ ഒരു നല്ല വീടിനെ പ്ലാൻ ചെയ്യാവൂ. കാരണം നല്ലൊരു ശതമാനം വീടുകളിലും ഒരുമാതിരി ചൊവ്വുള്ള പിള്ളേരൊന്നും 2ാം നിലയിലോട്ട് പോകാൻ തയ്യാറല്ല. പിന്നെ വല്ല അളിപൊളി പിള്ളേരുണ്ടെങ്കിൽ അവർ മണ്ടയിലോട്ട് പോകുള്ളൂ. ഇച്ചിരി പ്രൈവസിയൊക്കെ വേണം, അവർക്ക് ഇച്ചിരി പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളവർ മാത്രം. മാതാപിതാക്കൾ ഒരിക്കലും മുകളിലോട്ട് പോകാൻ പോകുന്നില്ല, സ്റ്റെയർ കേസ് കയറി മുട്ടിൻ്റെ പ്രശ്നവും ബാക്കിയുള്ളതൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ 2 നിലയുള്ള വീടുകളുടെ മിക്ക വീടുകളുടെയും 2ാം നില ഗോഡൗണുകൾ പോലെയാണ് കിടക്കുന്നത് അനുഭവത്തിൽ. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു നില വീടുകൾ വെക്കാവുന്ന രീതിയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാവുള്ളൂ. പിന്നെ വീട്ടിലെ അംഗങ്ങൾക്ക് തന്നെ തുടച്ചും തൂത്തും വാരിയും വൃത്തിയായി ഇടാൻ പറ്റുന്ന വീടുകളെ വരപ്പിക്കാവൂ. നാളെ ഒരു കാലത്ത് ജോലിക്കാരെ കിട്ടണമെന്നൊന്നുമില്ല. ഇന്ന് ജോലിക്കാരുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പണിത് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീടുകളൊക്കെ പലതും തൂക്കാനും തുടയ്ക്കാനും ആളില്ലാതെ നടക്കുന്ന വഴി മാത്രം ക്ലീനായിട്ട് കിടക്കുക. ഇനി അടുത്തത്, നാട്ടുകാരെ പ്രൗഢി കാണിക്കാനും വെല്ലുവിളിക്കാനും വേണ്ടി വീട് വരയ്ക്കരുത്. അയൽവാസിയുടെ വീടിനോട് മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കരുത്. പിന്നെ താമസിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നമുക്ക് എന്നൊക്കെ വേണം, അതിനനുസരിച്ച് വേണം പ്ലാൻ വരയ്ക്കാൻ. ചുമ്മാ പുറംപൂച്ചിന് പ്ലാൻ വരച്ചുകൊണ്ട് തന്നെ കാര്യം, വലിയ ഭയങ്കര കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വീടെന്നത് സ്വസ്ഥതയുടെയും വിശ്രമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്ഥലമാണ് സത്യത്തിൽ, അല്ലെങ്കിൽ അത് കിട്ടേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചുമ്മാ ഉണ്ടാക്കി വെക്കരുത്. ചില വീടിനകത്തൊക്കെ അവിടെ എവിടെയും കുളമൊക്കെ ഉണ്ടാക്കും. ആദ്യമൊക്കെ ഒരു കുറച്ച് ദിവസം ശരിയാണ്, പിന്നെ അത് മുഴുവൻ കൊതുകും കൂത്താടിയായിട്ട് കിടക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ലീക്കാകും, പ്രശ്നങ്ങളാകും. ഒരാവശ്യമില്ലാത്ത കബോർഡുകളെല്ലാം ഉണ്ടാക്കി വെക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കൊല്ലം മുമ്പൊക്കെ ഉപയോഗിച്ച തുണികൾ പോലും ചിലപ്പോൾ അതിനകത്തൊക്കെ കാണും, കാരണവന്മാരൊക്കെ ഉള്ള മുറിയിൽ. ആവശ്യമില്ലാത്ത ഒന്നും വെക്കരുത്. വെറുതെ ഫംഗസ് ഉണ്ടാകുമെന്നല്ലാതെ പൂപ്പലുണ്ടാകുമെന്നല്ലാതെ ഒരു ഗുണവും അതിൻ്റെ ആവശ്യമില്ല. മേശയും കസേരയും അലമാരിയും എല്ലാം അത്യാവശ്യമുള്ളതേ ഒരു മുറി വെക്കാവുള്ളൂ, അതിനുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കാവുള്ളൂ. ബാക്കി വേസ്റ്റ് വല്ലതും വെക്കാനൊരു ഗോഡൗൺ ഉണ്ടാക്കുക, ഗോഡൗണിലേക്ക് വാരിയം കിട്ടാൻ മതിയല്ലോ.
പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഓരോ വ്യക്തികൾക്കും അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം വേണം. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുക, മലബാറിലൊക്കെയുള്ള വമ്പൻ വീടുകളിൽ പല വീടുകളിലും ഈ വീട് പണി തീരുമ്പോൾ ആർക്കിടെക്ട് പറയും നമുക്ക് ചൈനയിൽ പോയി അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോയി പാത്രങ്ങൾ മേടിക്കാമെന്ന് പറയും. അപ്പോൾ ആർക്കിടെക്ട് ഇവരുടെ സമ്പത്തുള്ളതുകൊണ്ട് ആ ചൈനയിലും ശ്രീലങ്കയിലും ഒക്കെ പോയി പാത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരും. ഇവിടെ വരുമ്പോൾ പല പാത്രങ്ങളും 10-15 വർഷം കഴിയുമ്പോൾ എന്തിനാന്ന് പോലും ഈ വീട്ടുകാർക്ക് അറിയത്തില്ല. എന്തിനാന്ന് പോലും അറിയത്തില്ലാത്തതൊന്നും മേടിച്ച് കൂട്ടി വെക്കരുത്. അപ്പോൾ അതെല്ലാം വെക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ചുമ്മാ അങ്ങ് വരച്ച് വെക്കും ഓവർ വലിപ്പം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊന്നും ചെയ്യരുത്. പിന്നെ ഒരു വ്യക്തിപരമായ ഒരു അപേക്ഷ പറയുന്നത്, നിവൃത്തി ഉണ്ടെങ്കിൽ ലോൺ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വീട് വെക്കരുത്. കാരണം വീട്ടിൽ നിന്ന് ഒരു വരുമാനം ഒരിക്കലും കിട്ടുകയില്ല. അങ്ങോട്ട് ചിലവെന്നല്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കരുത്, അല്ലെങ്കിൽ ലോൺ എടുക്കാനുള്ള വലുപ്പത്തിലേക്ക് പോകരുത്. അതിനെന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ പരമാവധി ഏരിയ കുറച്ച് പ്ലാൻ വരപ്പിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. മറ്റൊന്ന്, ഏരിയ കുറഞ്ഞാലും പണിയുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല നിലവാരത്തിൽ പണിതാൽ, നല്ല ജോലിക്കാരെ വെച്ച് പണിതാൽ നമുക്കത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അവസാനം വരെ. പിന്നെ നിർവാഹം ഉണ്ടെങ്കിൽ ഈ കണ്ടംപററി എന്ന് പറയുന്ന അപകടത്തിൽ പോയി ചാടരുത്. നിർവാഹം ഉണ്ടെങ്കിൽ കണ്ടംപററി എന്ന് പറയുന്ന അപകടത്തിൽ പോയി ചാടരുത്. പിന്നെ മാന്യമായി പണിത് കയറി താമസിച്ച ഒരു 10 വീട്ടുടമകളോടെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വീടിന് എത്ര തുകയായിട്ടുണ്ടെന്ന് അവരോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. ഈ വീട് പണിത ഉടമസ്ഥന്മാർക്ക് 3 സ്വഭാവമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും, ചിലർ കുറച്ച് കാര്യങ്ങൾ മൂടി വെച്ച് പറയും, ചിലർ ഞാനോ കുടുങ്ങി ഇവനും കൂടെ കുടുങ്ങിക്കോട്ടെന്നും കൊണ്ട് 4-1 തുക പറയുള്ളൂ. ഇപ്പം ഇങ്ങനെ 3 സൈസ് ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ട് പറയുന്നവരുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട്, ഒരിക്കലും ഒരു സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അതെന്ന് വെച്ചാൽ ഞാനോ കുടുങ്ങി ഇവനും കുടുങ്ങിക്കോട്ടെ എന്നും പറഞ്ഞങ്ങ് വെക്കും. അതിനകത്തൊരു കാര്യമുണ്ട്, എഞ്ചിനീയർമാർ നല്ലൊരു ശതമാനം, ആർക്കിടെക്റ്റുമാരും എഞ്ചിനീയർമാരും നല്ലൊരു ശതമാനം ഇതിൻ്റെ കറക്റ്റ് തുക പറയില്ല. കോൺട്രാക്ടർമാർ 95% സത്യസന്ധമായിട്ട് അവരെൻ്റെ തുക പറയല. മേസ്തിരിമാരും ഒക്കെ ആ പണി പറയുന്നെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. അങ്ങനെ വരുമ്പോൾ കൃത്യമായൊരു തുക പറഞ്ഞാൽ പറയുന്നവൻ ഈ പണി കിട്ടുകയില്ല. അതുകൊണ്ട് എന്നോടൊക്കെ ചില എഞ്ചിനീയർമാർ കയറി ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്, നീ എന്തിനാ ഉള്ള തുക, നിങ്ങളെന്തിനാ ഉള്ള തുക പറയാൻ പോയത്, ഇപ്പോൾ വീട്ടുകാരടഞ്ഞില്ലെന്നും ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അടുത്ത കാലത്ത് ഇപ്പം നമ്മളിപ്പം വീട് പണിയാണെങ്കിൽ ഈ ജസ്റ്റ് പണി കഴിഞ്ഞ ഒരു 10 പേരോടെങ്കിലും നിങ്ങൾ ചോദിക്കണം, സത്യസന്ധമായിട്ട് പോയി ചോദിച്ച് മനസ്സിലാക്കണം എത്ര രൂപയായിട്ടുണ്ടെന്ന്. ആർക്കിടെക്റ്റുമാരൊന്നും പറയുന്നത് ഒരിക്കലും വിശ്വസിക്കില്ല, എഞ്ചിനീയർമാരും പറയുന്നു, അവരൊന്നും പറയുന്ന തുക കറക്റ്റല്ല. കറക്റ്റ് തുക പറഞ്ഞാൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങുകയല്ലെന്നുള്ള സത്യം. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ആകെ മൊത്തം ഈ വീട് പണി തുടങ്ങുമ്പോൾ തൊട്ട് കയറി താമസിക്കുമ്പം വരെ ഉണ്ടാകുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ഒരു വ്യക്തമായ പദ്ധതി വേണം. ചിലപ്പം വീട് മാത്രം ഉദ്ദേശിക്കുകയുള്ളൂ, കോമ്പൗണ്ട് പിന്നെ ആര് പണിയും, കിണറാര് പണിയും, മുറ്റത്തിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ പണികൾ ആര് ചെയ്യും, ഗേറ്റ്, ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ലോണുണ്ട്, ചെടിയുണ്ട്, ഇതെല്ലാം പൈസ മുടക്കാതെ വീടാകുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയും, 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയാൻ പോകുന്നെങ്കിൽ കോമ്പൗണ്ടും കിണറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 1500 സ്ക്വയർ ഫീറ്റ് എന്ന് നിങ്ങൾ കൂട്ടണം. 3000 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയാൻ പോകുന്നെങ്കിൽ അതിൻ്റെ 50% ഏരിയയും കൂടെ കൂട്ടി ഒരു 4500 എന്ന് പിടിച്ചോണം. ഈ 4500 സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇട്ടാലേ 3000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റുള്ളൂ. കാരണം ബാക്കി സൗകര്യമെല്ലാം തീരണ്ടേ. ഇതൊന്നും ആരും പറയാൻ പോകുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ ഇറങ്ങുകയില്ല, ഉള്ള കാര്യം പറയുന്നവർക്ക് നിങ്ങൾ പണി കൊടുക്കത്തുമില്ല. അതാണ് അതിൻ്റെ വേറൊരു ഇത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആരും നിങ്ങൾക്ക് ആർക്കും ഫ്രീ ആയിട്ടൊന്നും ചെയ്യുമൊന്നുമില്ല. ഒരു കോൺട്രാക്ടർമാരും ഒരു ആർക്കിടെക്റ്റുമാരും ഒരു എഞ്ചിനീയർമാരും ഒരു കെട്ടിട ഉടമസ്ഥനും ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഫ്രീ ആണെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് കൂട്ടിയാൽ മതി, നിങ്ങളെ കൊണ്ടുപോകും. ഇനി ഒരു കെട്ടിട ഉടമ എന്നോട് പറഞ്ഞൊരു കാര്യം അതുകൂടെ പറഞ്ഞ് ഞാനിതങ്ങ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് വീടിന് പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം, സമയമെടുത്ത്. എനിക്ക് എന്നതൊക്കെ വേണം, എനിക്ക് ഇന്ന് എന്ത് വേണം, 5 വർഷം കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ എന്തൊക്കെ വേണം, അല്ലെ 10 വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ വേണം. ഈ വീട് പണിത് കയറി താമസം കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ വർഷങ്ങൾ ഇങ്ങോട്ട് കടന്നു പോകും. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും വരും. പിന്നെ പിള്ളേരെല്ലാം കെട്ടിച്ച് പല വഴിക്ക് പോകും, പിള്ളേർ വിദേശത്തോട്ടൊക്കെ പഠിത്തത്തിന് പോകും, പലരും അവിടെ ചെന്ന് വീട് മേടിക്കും, ചിലർ അവിടെ അങ്ങ് സ്ഥിരതാമസമാകും. മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മരിച്ചങ്ങ് പോകും. എല്ലാം കഴിഞ്ഞ് അവസാനം ഇതൊരു വല്ലാത്ത അവസ്ഥയിലാകുമെങ്കിൽ ഇന്നത്തെ കാര്യം മാത്രമേ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വീട് വാടകയ്ക്ക് എടുക്കുക. നാളെ ഒരു കാലത്ത് സൗകര്യപ്രദമായ ചെറിയൊരു വീട്ടിലോട്ട് മാറാമല്ലോ.
അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച ശേഷമേ ഈ പണിക്കിറങ്ങാവുള്ളൂ. ഇതിനെക്കുറിച്ച് അവസാനം ഇങ്ങനെ പറയാം, നല്ലൊരു തുടക്കം ഏതാണ്ട് ഓട്ടത്തിൻ്റെ പകുതി പൂർത്തിയാക്കും. നല്ലൊരു തുടക്കം ഏതാണ്ട് ഈ ഓട്ടത്തിൻ്റെ പകുതി പൂർത്തിയാക്കും. അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ഇത് ഒരിടത്തും കൊള്ളാത്തൊരവസ്ഥയിൽ എത്തിപ്പെടുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.